ഹൈ ഡിയേഴ്സ്, സോ ഇപ്പോൾ എക്സസൈസ് 8.1 നമ്മുടെ ട്രിഗ്നോമെട്രിയിലെ 6th ക്വസ്റ്റൻ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്. ജസ്റ്റ് വേറൊരു മെത്തേഡിൽ ഒന്നുകൂടെ സിമ്പിളായിട്ട് നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിമിലാരിറ്റി യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാനാണ്. പക്ഷേ സിമിലാരിറ്റി അല്ല, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും കേട്ടോ. സോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ ക്വസ്റ്റൻ എന്താണ്? ഇഫ് ആംഗിൾ ഇ ആൻഡ് ആംഗിൾ ബി ആർ acute ആംഗിൾ സച്ച് ദാറ്റ് cos ഇ is equal to cos ബി, then show that ആംഗിൾ ഇ is equal to ആംഗിൾ ബി. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇ ബി സി എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ടോ അതിൻ്റെ ഇവിടെ നമുക്ക് പ്രത്യേകം തന്നിട്ടുണ്ട് ആംഗിൾ എയും ആംഗിൾ ബിയും അക്യൂട്ട് ആംഗിൾസ് ആണെന്ന്. അതുകൊണ്ട് നമ്മളിവിടെ എങ്ങനെ എടുക്കുന്നു? സി 90 ഡിഗ്രിയും ബാക്കി രണ്ടും ഈ രൂപത്തിലായിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി എന്നുള്ളതാണ്. അത് മാത്രം ഇവിടെ യൂസ് ചെയ്യുന്നു. സോ കോസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? കോസ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനിയസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ കാറ്റോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഒ എ ഒ എച്ച് എച്ച് എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൽ നമുക്കുണ്ട് കേട്ടോ. സോ ഇപ്പോൾ ജസ്റ്റ് മക്കൾസ് നോക്കി, അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടിനിയസും നമ്മൾ എ സി ഡിവൈഡഡ് ബൈ എ ബി എടുത്തു. അടുത്തത് ബിയുടെ ആണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബി സി ആണ്, ഹൈപ്പോട്ടിനിയസ് എ ബി ആണ്. അത് രണ്ടും നമ്മളിവിടെ കൊടുത്തു. എന്നിട്ട് ഇത് രണ്ടിലും എ ബി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്ത് കളയാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് നമ്മൾ രണ്ട് സൈഡും എ ബി കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു? ഇവിടെയും എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഇവിടെയും നമ്മൾ എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും ക്യാൻസലായിട്ട് പോകും. സോ ബാലൻസ് ഉള്ളത് എ സി ആൻഡ് ബി സി. എ സി ഈസ് ഈക്വൽ ടു ബി സി. സോ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം രണ്ട് ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ സിയും ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബി സിയും ഈക്വൽ ആണെങ്കിൽ ആ ആംഗിൾസ് രണ്ടും ഈക്വൽ ആണ്. ഇനി നേരെ തിരിച്ചും നമുക്ക് പറയാം. മേ ബി നമ്മുടെ കയ്യിലുള്ളത് രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. രണ്ടും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. സോ ഇപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ് എന്നാണ്. ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ എ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എ സിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ ബി. നെക്സ്റ്റ് ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ എ. സോ ഇത് രണ്ടും ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ഇസ് ഈക്വൽ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ.